യേശു പറഞ്ഞു, ഞാനാണ് നല്ല ഇടയൻ. സമയം എടുക്കുന്നില്ല അതിനെപ്പറ്റി പറയാൻ. സഹോദരൻ 11:25 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശം സുവിശേഷമാണെന്ന് പറയാനുള്ള കാരണം, സുവിശേഷ സന്ദേശത്തിന്റെ കാമ്പും കഴമ്പും കാതലും എന്ന് പറയുന്നത് യേശു ക്രിസ്തു പുനരാഗമനം ചെയ്യുമെന്നുള്ളതാണ്. ലോകത്തിന്റെ മറ്റിതര വിശ്വാസങ്ങളും മറ്റിതര മതനേതാക്കന്മാരും ഇസങ്ങളും ഒക്കെ തോറ്റുപോകുന്നത് മരണത്തിന്റെ താഴ്വരയിൽ അവർ ഉത്തരം മുട്ടും. മരണം കൊണ്ട് അവർ വഴിമാറിപ്പോകും. ലോകമഹത്വങ്ങളുടെ പാത നീളുന്നത് ശ്മശാനം വരെയാണ്. ഒരു മനുഷ്യന്റെ മഹത്വം അളക്കുന്നത് മരണത്തിന് ശേഷം അവൻ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, മരണത്തിനപ്പുറം ലോകത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു മാത്രമാകിയാൽ യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. കാരണം യേശു പുനരുത്ഥാനം ചെയ്തവൻ മാത്രമല്ല, അവൻ പുനരാഗമനം ചെയ്യുന്നവനാണ്. അപ്പോസ്തല പ്രവൃത്തി 1:11, ഫിലിപ്പിയർ 3:20, 1 തെസ്സലോനിയർ 4:15-16, വെളിപ്പാട് പുസ്തകം 22, 7, 12, 20 വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും ഒരുപോലെ പറയുന്നു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ മൂന്നാമത്തെ രാത്രി, അവസാനത്തെ രാത്രി, നമ്മളുടെ പ്രത്യാശയെ മുറുകെ പിടിച്ചിട്ട് വരാ. ഈ യോഗം തീരും, നമ്മളൊക്കെ പിരിയും, പക്ഷെ നമ്മുടെ പ്രത്യാശക്ക് ഭംഗമുണ്ടാകത്തില്ല. നമ്മുടെ കർത്താവ് പുനരുദ്ധാരം ചെയ്തവൻ മാത്രമല്ല, അവൻ പുനരാഗമനം ചെയ്യുന്ന കർത്താവാണ്. അവൻ പുനരുത്ഥാനവും ജീവനുമാണ്. 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലെ 6-ാമത്തെ അവകാശ പ്രഖ്യാപനം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞങ്ങൾ കോംപ്രമൈസ് ഇല്ലാതെ പറയാം. സുവിശേഷത്തിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയല്ലോ. യേശു ക്രിസ്തു ലോകത്തോട് പറഞ്ഞ 6-ാമത്തെ പ്രഖ്യാപനം, ഞാൻ തന്നെ വഴി, ഞാനല്ലാതെ വേറൊരു വഴിയില്ല. ഒരുപാട് വഴികളുടെ കൂട്ടത്തിൽ ഒരു വഴിയല്ല കേട്ടോ യേശു. യേശു മാത്രമാണ് വഴി. രക്ഷയ്ക്കുള്ള ഏക വഴി, നീതീകരണത്തിനുള്ള ഏക വഴി, പാപവിമോചനത്തിനുള്ള ഏക വഴി, നിത്യതക്കുള്ള ഏക വഴി, രോഗസൗഖ്യത്തിനുള്ള ഏക വഴി, ദൈവിക വാഗ്ദത്തങ്ങൾക്കുള്ള ഏക വഴി, നിത്യതയിലേക്ക് അടുപ്പിക്കാൻ സ്വർഗം ഒരുക്കിയ ഏക വഴി. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടി പറ, ഇത് മാത്രമാണ് വഴി. ലോകത്തിൽ നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഒട്ടനവധി വാതകങ്ങൾ. പിള്ളേരോട് ചോദിച്ചാൽ പറയും നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ മല്ലപ്പള്ളിക്കാരനാ, എനിക്ക് ഓക്സിജൻ വേണ്ട, അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഓക്സിജൻ ഭയങ്കര കാശാണ്. അതുകൊണ്ട് നൈട്രജൻ ഇഞ്ചി പോരട്ടെ, ഫ്രീ ആയി കിട്ടിയാലും നൈട്രജൻ അടിച്ചാൽ നമ്മൾ ജീവിക്കത്തില്ല. ഈ പ്രപഞ്ചത്തിന് മനുഷ്യനെ ജീവിക്കുവാൻ ഒറ്റ മൂലകമാണ് ദൈവം അനുവദിച്ചിട്ടുള്ളതെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവും ഒന്നര രക്ഷിതാവില്ല, അവൻ ഒരുവൻ മാത്രമാണ്. യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് പാപവിമോചകൻ, യേശു മാത്രമാണ് രക്ഷകനെന്ന് ഉറക്കെ കൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇവനാരാണ്? ഇവനാണ് വഴി, ഇവനാണ് സത്യം, ഇവനാണ് ജീവൻ. ആ വാക്ക് ഞാൻ ഇവിടെ ആവേശത്തോടെ പറയാം. സുവിശേഷത്തിന്റെ സാധ്യത നിങ്ങൾക്കറിയാമോ? വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും അക്ഷരം പഠിക്കാനും ആഹാരം കഴിക്കാനും ആരാധിക്കാനും ഒക്കെ ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സുവിശേഷം വരുന്നതിന് മുമ്പ് ചിലർക്കൊക്കെ വസ്ത്രമെടുക്കാൻ, ചിലർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ, ചിലർക്കൊക്കെ പഠിക്കാൻ, ചിലർക്കൊക്കെ ആരാധിക്കാൻ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. വഴിയിലൂടെ പുഴുവിനും പട്ടിക്കും പശുവിനും നടക്കാം, പക്ഷേ ചണ്ടാളിന് നടക്കാൻ പറ്റാത്ത സാമൂഹിക വ്യവസ്ഥിതി ഈ പട്ടണത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ചെന്നൈയിൽ ഒരു ദളിത് ബാലൻ ബുള്ളറ്റ് ഓടിച്ചോണ്ട് പോയപ്പോൾ മേൽജാതിക്കാരെന്ന് അവകാശപ്പെടുന്ന കുറെ പിള്ളേര് പറഞ്ഞു, എടാ ഞങ്ങളുടെ മുമ്പിലൂടെ നീ ബുള്ളറ്റ് ഓടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് ബുള്ളറ്റ് പിടിച്ച 2 കൈയും അവർ വെട്ടിയെറിഞ്ഞു. അവന്റെ വീട് അവർ അടിച്ചു പൊട്ടിച്ചത് മിനിഞ്ഞാന്ന് നടന്നതാണ്. ആർഷഭാരതത്തിന്റെ കാർമേഘ പടലങ്ങൾ ജാതിക്കോമരങ്ങളുടെ വെറിക്കൂത്തുകൾ കൊണ്ട് ഉറിഞ്ഞുകൊള്ളുമ്പോൾ ഇന്ന് രാത്രി അഭിമാനത്തോടെ പറയാ, ഇന്ന് വരെ നമുക്ക് കിട്ടിയ നവോത്ഥാനം, നവീകരണം ഈ പുസ്തകം തന്നതാണെങ്കിൽ ജാതി നോക്കാതെ, കളറ് നോക്കാതെ ഏവരെയും സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു രക്ഷകൻ